ശക്തമായ പ്രതിപക്ഷം എന്നുള്ള വാക്കൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. ശക്തമായ പ്രതിപക്ഷം ആണോ വേണ്ടത്? ശക്തിയില്ലാത്ത പ്രതിപക്ഷമാണോ വേണ്ടത്? പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചല്ല കേട്ടോ. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു മത്സരം നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ട്. പ്രാണന്റെ നിയന്ത്രണത്തിലാണ് ശരീരത്തിലെ ഭരണപക്ഷം. പ്രതിപക്ഷം തൽക്കാലം അതിനെ നെഗറ്റീവ് എന്ന് വിളിക്കണം. ഇതിനെതിരാണ്. പ്രാണന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം സജീവമായി നിൽക്കുമ്പോഴാണ് നമ്മൾ ചിരിക്കുകയും കളിക്കുകയും സന്തോഷിക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നത്. ശരീരശാസ്ത്രത്തിനെ വേദാന്തത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ ലളിതമായിട്ട് പറയാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഹാപ്പി ഹാർമോൺസ് ഉണ്ട്. ഹാപ്പി ഹാർമോൺസ് ഉണ്ട്, ഒന്ന് ബോഡിയിലുണ്ടെങ്കിൽ അൺഹാപ്പി ഹാർമോൺസും ഉണ്ട്. അവര് ശല്യക്കാരാണ്, അൺഹാപ്പി ആക്കി മാറ്റും. ഇവര് തമ്മിലുള്ള ഒരു യുദ്ധം ആഭ്യന്തരമായി നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിന്റെ കഥകള് വേറെ പല പേരിലും നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പല കഥകളും പുരാണ കഥകളൊക്കെ എന്താണ്, ഇതിന്റെ വിപുലീകരിച്ച രീതിയാണ്. ശരീരം ഇങ്ങനെയാണ് നമ്മുടെ ബോർഡിൽ വരയ്ക്കുമ്പോ ചിലപ്പോ ആ ബോർഡിന് മനുഷ്യനൊക്കെ വലിപ്പുണ്ടാവും. ഇങ്ങനെയാണ് എന്നാണ്. ഒരു പരമാണു ഇങ്ങനെ ഇരിക്കുന്ന പറഞ്ഞിട്ട് മാർച്ച് ഒരു റൗണ്ട് വരയ്ക്കും. പരമാണു എത്ര ഉണ്ടാവുമോ അത്ര വലിപ്പം. അകത്തുള്ള ഹാപ്പി ഹാർമോൺസ് ഇവര് തമ്മിലുള്ള യുദ്ധം അത് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് കഥകളാക്കും. പ്രതിപക്ഷം കുറച്ചൊന്ന് ശക്തമാകുന്നത് നല്ലതാണ്. അപ്പോഴേ ഭരണകക്ഷിക്ക് ശക്തി കിട്ടുക. പ്രതിപക്ഷത്തിന്റെ ശക്തി വല്ലാതെ കൂടി ഭരണകക്ഷിയെ കൂടി പോയാൽ ആകെ തകിടം മറിയുകയും ചെയ്യും. ഈ യുദ്ധത്തിനെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് പുരാണ കഥകൾ. പൊതുവെ പ്രാണൻ നമ്മളെ സംരക്ഷിക്കാനായിട്ട് നിലകൊള്ളുന്നു. നാം ജീവിതത്തില് പ്രതിപക്ഷത്തിന്റെ ഭാഗം ചേർന്നാലോ? ഇവിടെ പ്രതിപക്ഷം എന്നുള്ള വാക്ക് രാഷ്ട്രീയ അല്ലാട്ടോ. എന്റെ പ്രാണൻ എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ആ പ്രാണനെ നശിപ്പിക്കുന്ന പ്രതിപക്ഷത്തിന്റെ കൂടെയാണ് എന്റെ പ്രവർത്തനങ്ങളൊക്കെ. എന്റെ ആഹാര രീതി പ്രാണനെ തോൽപ്പിക്കുകയാണ്. എനിക്കൊരാമാശയമുണ്ട്, അതിനകത്തേക്ക് വേവിക്കാത്ത സാധനങ്ങളെ ഭക്ഷിക്കാനാണ് ഈ ആമാശയം തുടങ്ങേണ്ടത്. വേവിക്കുക എന്നുള്ള തെറ്റ് പോകട്ടെ, സകല ജീവിയെയും കൊന്നില്ല. എന്നിട്ടോ ഒരു നിയന്ത്രണവുമില്ല. ഈ പ്രാണന് അനുകൂലം അല്ല. സന്ധ്യ മുതൽക്ക് തീറ്റ തുടങ്ങി, രാത്രി 11 മണി വരെയും തീറ്റ. എന്നിട്ട് ഞാൻ എന്ന ഈ വ്യക്തിയായിട്ട് കിടന്നു. ആമാശയത്തിന് വിശ്രമമുണ്ടോ? നമ്മുടെ വലിയ കാര്യമായിട്ട് കിടന്നുറങ്ങിയാൽ ബോഡിക്ക് വിശ്രമമുണ്ടോ? ശരീരത്തിന് യാതൊരു വിശ്രമവുമില്ല. ഈ വ്യക്തി ഉറങ്ങുന്നു, ആമാശയത്തിന് പണി എത്ര ഈ രാത്രി 12 മണിക്ക് തിന്ന. ഇവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു മത്സരം.
ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു, തെറ്റായ ജീവിതങ്ങൾ നയിക്കുന്നു. ഈ ഒരു മത്സരത്തിനെ അനവധി കഥകളാക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്നും രണ്ടും കഥകളല്ല, എല്ലാത്തിന്റെ അടിസ്ഥാനം. ഈ പ്രാണനെ എങ്ങനെ തോൽപ്പിക്കാം? പ്രാണനാണ് നമ്മളെ കൊണ്ട് നടത്തുന്നത്. എന്റെ പ്രാണന്റെ ശക്തി കൊണ്ടാണ് ഞാൻ ഈ ധന്യമീ ജീവിതം പറയുന്നത്. നിങ്ങളുടെ പ്രാണന്റെ ശക്തി കൊണ്ടാണ് നിങ്ങളിത് കേൾക്കുന്നത്. എന്നിട്ടോ ഈ പ്രാണന് സപ്പോർട്ട് കൊടുക്കാതെ എതിർ കക്ഷിക്ക് സപ്പോർട്ടറാണ് ജീവിതം. സിഗരറ്റ് വലി, മദ്യപാനം, ഉറക്കൊഴിക്കല്, അമിതമായിട്ടുള്ള ആഹാരം ഒക്കെ അപ്പുറത്തേക്കാ സപ്പോർട്ട് ഇങ്ങോട്ട് കൊടുക്കണ്ടേ? എങ്ങനെ ഈ പ്രാണനെ തോൽപ്പിക്കാം എന്ന രീതിയിൽ ധാരാളം ഔഷധങ്ങളുണ്ട്. പേരൗഷധം എന്നാ. മെഡിസിൻ, മെഡിറ്റേറ്റ് എന്നുള്ള വാക്കിൽ നിന്നാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ വിസ്മരിച്ചു. പ്രാണനെ എങ്ങനെ തോൽപ്പിക്കാം? പ്രാണനെ സഹായിക്കല്ല ലക്ഷ്യം. അതൊരു വസ്തുവിനും കൊള്ളാത്ത സാധനം പ്രാണൻ, അതിനെ കാര്യാക്കണ്ട. അതിനെ തോൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യവസായവും ചിന്താഗതി. ഈ പ്രാണൻ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ ചൈതന്യം നിലനിൽക്കുന്നത്. ഒരു വ്യക്തി മരിച്ചാൽ ഒന്നും ചെയ്യണ്ട, ശവസംസ്കാരമൊന്നും നടത്തിയില്ലെങ്കിലും ഇവിടെ ലോകത്തിന് ഒരു കുഴപ്പം സംഭവിക്കില്ല. തന്നെ മണ്ണിൽ അങ്ങോട്ട് അലിഞ്ഞു പോകും. മനുഷ്യൻ നിർമ്മിച്ച ഒന്നും മണ്ണിൽ അലിഞ്ഞു പോവില്ല. മനുഷ്യൻ നിർമ്മിച്ച സാധനങ്ങളാണ് വേസ്റ്റ് എവിടെ കൊണ്ട് തള്ളണം അറിഞ്ഞൂടാം. കാരണം മനുഷ്യൻ നിർമ്മിക്കാനേ അറിയുള്ളൂ, എങ്ങനെ സംഭരിക്കണം എന്നുള്ളത് മനുഷ്യൻ അറിഞ്ഞൂടാ. എന്നാൽ ഈശ്വര സൃഷ്ടികളെ നശിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, വെറുതെ മണ്ണ് കൊണ്ടിട്ടാണ്. ചത്ത പൂച്ച എവിടെ കിടന്നാൽ ചത്ത അവിടെ കിടന്നോട്ടെ, കുറെ കഴിഞ്ഞാൽ അഴുകി ഒടുവിൽ ഒന്നും ഇല്ലാതെയാവും, തന്നെ ഇല്ലാതെയാവും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്തേക്ക് വരാൻ നായക്കോ പൂച്ചക്കോ കുറുക്കനോ ഒരു മടിയില്ല, പേടിക്കാനില്ല, ആള് മരിച്ചല്ലോ. ശവം ഭക്ഷിക്കാത്ത മൃഗങ്ങളുണ്ട്, ഡെഡ് ബോഡി ഭക്ഷിക്കില്ല, ജീവനുള്ളത് ഭക്ഷിക്കുക. മണ്ണിൽ വീണ ഉടനെ എന്തു സംഭവിക്കും? ഈ അൺഹാപ്പി ഹാർമോൺസ് നേരെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ പ്രതിപക്ഷ ശക്തികൾ ശരീരത്തിൽ പ്രവർത്തനം ഉണ്ടാകും, തന്നെ അഴുകിപ്പോവും. അവര് ഈ പ്രവർത്തനം എപ്പോഴല്ല തുടങ്ങേണ്ടത്, അവരിത് പണ്ടേ തുടങ്ങുന്നുണ്ട്. പക്ഷെ പ്രാണന് ശക്തി ഉണ്ടായതുകൊണ്ട് അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. അവര് പണ്ടേ ഇത് തുടങ്ങുന്നുണ്ട്. ഇക്കാരണം മനസ്സിൽ വെച്ച് ജീവിതത്തിൽ ഓരോ കാര്യത്തിലും ഈ പ്രതിപക്ഷത്തിന് ശക്തി അടക്കൊന്ന് കൂടുമ്പോഴാണ് ഭരണകക്ഷിക്ക് ശക്തി കിട്ടുക എന്ന് പറഞ്ഞ പോലെ ചില ഗുളികയും ഇഞ്ചക്ഷനും ഗുണം ചെയ്യുന്നുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ വളർത്താൻ ആ രോഗബീജം തന്നെ ചെറിയൊരളവിൽ കുത്തിവെക്കാറുണ്ട്. ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ വളർത്താൻ വേണ്ടി ഇവർക്കൊരു ശക്തി കൊടുക്കാൻ വേണ്ടി ചില ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഇഞ്ചക്ഷന്റെ മരുന്ന് എന്താ വെച്ചാൽ ആ രോഗത്തിന്റെ ബീജം ചെറിയ അളവിൽ വരുമ്പോ പ്രാണന് ശക്തി കൂടും. ഇങ്ങനെ ഒരു രോഗബീജം വരുന്നുണ്ടല്ലേ, എനിക്ക് ശക്തി നേടണമല്ലോ എന്ന് വിചാരിച്ച് അതിന് ശക്തി ഉണ്ടാകും. തന്നെ പ്രകൃതിയുടെ സൃഷ്ടികൾ മുഴുവൻ
തന്നെ മണ്ണിലലിയുമെന്ന വാക്കല്ല, തന്നെ പഞ്ചഭൂതങ്ങളിലേക്ക് അലിഞ്ഞ് പോകും. മനുഷ്യനിർമ്മിത വസ്തുക്കൾ പോലെ അല്ല. ഈ ഒരു ധാരണ ജീവിതത്തില് നാം പെരുമാറുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ആമാശയവുമായിട്ട് ഒട്ടും ചേരാത്ത രാസവസ്തുക്കൾ ഭക്ഷിക്കുമ്പോഴും ചിന്തിക്കുന്നത് ഗുണം ചെയ്യില്ലേ എന്നാലോചിച്ച് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.